നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് എണ്ണ ചോർച്ച ഉണ്ടായതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കേരള തീരത്തെ മത്സ്യം വിശ്വസിച്ച് വാങ്ങാൻ മടിക്കുകയാണിപ്പോൾ ജനങ്ങൾ. കാൽസ്യം കാർബൈഡ് പോലെയുള്ള അപകടകരമായ ചരക്കുകളും 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലുമാണ് ലൈബീരിയ പതാകയുള്ള MSC എൽസ3 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. രാസവസ്തുക്കൾ കടലിൽ വ്യാപകമായി കലരാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തലിന് ദിവസങ്ങൾ എടുക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എണ്ണ മലിനീകരണം ചെറിയ സമുദ്രജീവികൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയും മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. എണ്ണച്ചോർച്ച വ്യാപിക്കുകയാണെങ്കിൽ അത് സമുദ്ര ഉൽപാദനക്ഷമതയെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. മത്തി മുതൽ ട്യൂണ, സ്രാവുകൾ വരെയുള്ള മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും നിർണായകമായ കാലഘട്ടമായ മൺസൂൺ സമയത്ത് ഈ അപകടമുണ്ടായത് വലിയ തിരിച്ചടിയാണ്. നല്ല രീതിയിലുള്ള മത്സ്യബന്ധന സീസൺ പ്രതീക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വ്യവസായത്തെ ഇത് പ്രതികൂലമായി ബാധിക്കാനും ഇടയുണ്ട്. അതേസമയം കേരള തീരത്തു നിന്നുള്ള മത്സ്യങ്ങളുടെ വിൽപ്പന ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പല പ്രമുഖ കടകളും നിർത്തിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട്, കടലൂർ, രാമേശ്വരം, തൂത്തുക്കുടി, പോണ്ടിച്ചേരി തുടങ്ങിയ തീരങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളായിരിക്കും പ്രധാനമായും വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. ഇതിനു പുറമെ നാടൻ പുഴമീനുകളും ഫാമുകളിൽ വളർത്തുന്ന മത്സ്യങ്ങളും കൂടുതലായി വിൽപ്പനയ്ക്കെത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.